ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. കൊടുങ്ങല്ലൂർ ഡിലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന സമിതി ഹജ്ജ് പഠന ക്ലാസും യാത്രയപ്പും സംഘടിപ്പിച്ചു. MIT ഹാളിൽ നടന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് സഫർ അലി ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സലീം തോട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തൃശൂർ ജില്ലാ ചെയർമാൻ ഡോക്ടർ K. അബ്ദുൽ ഹസീബ് മദനി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി T. ഷറഫുദ്ദീൻ സലഫി പഠന ക്ലാസിന് നേതൃത്വം നൽകി. വ്യവസ്ഥ ചെയ്യണം. നമ്മൾ ഒരുപാട് ഈ ബിസിനസിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. എപ്പോഴെങ്കിലും ഒക്കെ കൊടുക്കണ്ട, അതിന് കൊടുക്കണ്ട, കുറെ കാലമായില്ലേ കൊടുക്കണ്ട, അങ്ങനെയുള്ള കടങ്ങളൊന്നും വെച്ചിട്ട് ഹജ്ജിന് പോകരുത്. ബിസിനസ്സുകാരോടുള്ള എൻ്റെ പ്രത്യേകമായ സ്പെഷ്യൽ അപ്പീലാണ്, പ്രത്യേക അഭ്യർത്ഥന. അങ്ങനെയുള്ള ഒന്നും വെച്ചിട്ട് പോകരുത് എന്ന് പറഞ്ഞാൽ അത് കൊടുക്കണ്ട, ഇനി കൊടുക്കേണ്ടി വരില്ല. അവരൊക്കെ മറന്നിട്ടുണ്ടാവും. അങ്ങനെ അവർ മറന്നതുകൊണ്ട് അക്രമാണ് വിടും. നിങ്ങൾ എനിക്ക് 10,000 രൂപ കടന്നുണ്ട്, അത് നിങ്ങൾ മറന്നുപോയി എന്നതുകൊണ്ട് ഞാൻ മരിച്ചാലും എൻ്റെ മക്കൾ ആ 10,000 രൂപ അറിയുമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു തരേണ്ടതില്ലെന്ന് വരുമോ? തിരിച്ചു തരണം, അപ്പോഴേ ആ കടം വീടുള്ളൂ. അങ്ങനെയൊക്കെ സാമ്പത്തികമായ വിശുദ്ധി സൂക്ഷിക്കുന്നവർക്ക് കൂടി, അവർക്കും കൂടി പറഞ്ഞതാണ് പ്രിയപ്പെട്ടവരെ ഹജ്ജ്. ഇത് ഞാൻ എൻ്റെ സ്വന്തം വ്യാഖ്യാനങ്ങളിലോ വിശദീകരണങ്ങളിലോ വെറുമാ പറയുന്നതല്ല. ശരിക്കും ഏറ്റവും വലിയ സൂക്ഷ്മത എന്താണ് അറിയോ? സാമ്പത്തികമായ വിഷയത്തിൽ വരുന്ന സൂക്ഷ്മതയാണ്, പെൺ വിഷയത്തിൽ വരുന്ന സൂക്ഷ്മതയാണ്, ആൺ വിഷയത്തിൽ വരുന്ന സൂക്ഷ്മതയാണ്. അല്ലെ? നിങ്ങൾക്ക് ആർക്കോട് വിയോജിപ്പുണ്ടാവില്ല എന്ന് ഞാൻ വിനീതമായി കരുതുന്നു. PK മുഹമ്മദ്, സലാഹുദ്ദീൻ കരൂപ്പടന്ന, ഹുസൈൻ തോട്ടുങ്ങൽ, റഹീം പുതിയ വീട്ടിൽ, ഡോക്ടർ അസ്മ, ഷക്കീല സഫർ അലി, സുബൈദ സലാഹുദ്ദീൻ, മീന സലീം, വഹീദ ഹുസൈൻ, നിഷ റാഫി എന്നിവർ സംസാരിച്ചു. ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന സെക്രട്ടറി താജുദ്ദീൻ സ്വലാഹി സ്വാഗതവും തൃശൂർ ജില്ലാ സെക്രട്ടറി EI മുജീബ് സമാപന പ്രസംഗവും നിർവഹിച്ചു.